എൻ്റെ പേര് ബീന. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ മോൻ്റെ ഭാര്യയും കുഞ്ഞുമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2024 ഏപ്രിൽ 16 എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞാണ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. കൂട്ടുകാരി പറഞ്ഞ അനുഭവങ്ങൾ സാക്ഷ്യങ്ങളും കേട്ടപ്പോൾ എനിക്കും വരണമെന്ന് തോന്നി. വീട്ടിലാരും അറിയാതെ ഞാനൊരു അക്രസ്തയാണ്. ഞാൻ ഇവിടെ എത്തി, ചോദിച്ച് കേട്ട് ഇവിടെ എത്തി, വന്ന് ഉടമ്പടി എടുത്തു. 11 മണിയായപ്പോഴേക്കും ഇവിടെ എത്തി. പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് തന്നെ നടത്തി നേരത്തെ തന്നെ വീട്ടിൽ ചെല്ലുവാൻ സാധിച്ചു. ഉടമ്പടിയിലെ പ്രധാന നിയോഗം എന്ന് പറഞ്ഞിരുന്നത് മൂത്ത മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായിരുന്നു. അവന് കുട്ടികളുണ്ടാകുന്നതെല്ലാം 2 പ്രാവശ്യം അബോർഷനായി പോയായിരുന്നു. അപ്പം അനിയന് കുട്ടിയുമായി ഇവന് കുട്ടിയില്ലാതെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ ആരും അറിയാതെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ മാതാവ് ഒരു കുഞ്ഞിനെ തരുമെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ 90 ദിവസവും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അച്ഛൻ്റെ സാക്ഷ്യങ്ങളും ധ്യാനവും എല്ലാം കൂടുമായിരുന്നു. പിന്നീട് വീട്ടിൽ ഭർത്താവിനോടൊക്കെ പറഞ്ഞു. ആർക്കും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം 90 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കറക്റ്റായിട്ട് വന്ന് ഉടമ്പടി പുതുക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു പോന്നു. അതിനുശേഷം വീണ്ടും അടുത്ത 2ാമത് ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്ന് 10 മിനിറ്റിനകം മോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയെ കൺസീവ് ആണെന്ന് വിളിച്ചു പറഞ്ഞു. മാതാവിനോട് ഒരുപാട് നന്ദി ആ അവസരത്തിൽ പറഞ്ഞു. പിന്നെ മോള് കംപ്ലീറ്റ് റെസ്റ്റ് കാര്യങ്ങളായിരുന്നു. എന്താണേലും കുഴപ്പമൊന്നുമില്ലാതെ 7ാം മാസം വരെ എത്തി. 7 മാസം പൂർത്തിയായപ്പോൾ പെട്ടെന്ന് അസ്വസ്ഥതകൾ ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ സുഖപ്രസവം നടക്കുകയും ചെയ്തു. കുട്ടി NICUയിലായിരുന്നു. അവിടെയും വലിയ പ്രശ്നങ്ങളൊന്നും കുഞ്ഞിനുണ്ടായിരുന്നില്ല. ഇവൻ തനിയെ ശ്വസിക്കുമായിരുന്നു. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 90 ദിവസത്തോളം നല്ലപോലെ കഷ്ടപ്പെട്ട് മകനും മകളും ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ കുഞ്ഞ് സുഖമായി വളർന്ന് ഇപ്പോൾ അവന് അടുത്ത മാസം 1 വയസ്സാവുകയാണ്. നല്ലൊരു ആൺകുഞ്ഞിനെ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നീട് ഞാൻ എല്ലാ 3 മാസം കൂടുമ്പോഴും കറക്റ്റായിട്ട് വന്ന് ഉടമ്പടി പുതുക്കാറുണ്ട്. ഇപ്പോഴും ഉടമ്പടിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രോഗികളെ കാണാൻ പോവുകയും അവർക്ക് കൊടുക്കുകയും അതുപോലെ രോഗികൾക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട്. മരുന്ന് വാങ്ങാൻ പൈസയില്ലാത്ത രോഗികൾക്ക് മരുന്ന് മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങി കൊടുക്കാറുണ്ട്. പൈസയായിട്ട് കൊടുത്തപ്പോൾ അവരത് ദുർവിനിയോഗം ചെയ്യുകയാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ തന്നെ പോയി മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങിച്ചു കൊടുക്കും. അതുപോലെ എല്ലാ മാസം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോവുകയും ബസ് സ്റ്റാൻഡുകളിലും ഗവൺമെൻറ് ആശുപത്രികളിലും വഴിയിലൂടെ നടന്നു പോകുന്നവർക്കൊക്കെയാണ് ഞാൻ പത്രം കൊടുക്കാറ്. അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം കൃത്യമായി കേൾക്കാറുണ്ട്. ചൊവ്വാഴ്ചത്തെ ധ്യാനം മുടക്കാറില്ല. കഴിവതും ചൊവ്വാഴ്ച തന്നെ അത് കൂടാറുണ്ട്. രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൃത്യമായി പങ്കെടുക്കും. വൈകുന്നേരത്ത് ഉടമ്പടി പ്രാർത്ഥനയും ചെയ്യാറുണ്ട്, കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ധാരാളം പേരോട് പത്രം കൊടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ പറയുന്നത്. മാതാവിനെ അറിയാത്തവർ അറിയട്ടെ, അതിനൊരു അവസരമാണല്ലോ എനിക്ക് കിട്ടിയതെന്നോർത്ത് ഞാനതെല്ലാം ചെയ്യാറുണ്ട്. ഇത്രയുമാണ് എനിക്ക് കിട്ടിയ സാക്ഷ്യം. എന്നെ ഇവിടെ കയറ്റി നിർത്തിയ അമ്മയ്ക്കോടും തിരുക്കുമാരനോടും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ നിർത്തുന്നു. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 34-ാം അധ്യായം 16-ാം തിരുവചനം. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും, മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും, കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും, നീതിപൂർവം ഞാൻ അവയെ പോറ്റും. ബീന അനിൽ എന്ന ഈ സഹോദരി അവരുടെ മൂത്ത മകൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു വലിയ വേദനയിലാണ് ഈ അമ്മ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടി ഉടൻ പരിഹാരമാണ്. ബീന വളരെ കൃത്യനിഷ്ഠയോടുകൂടിയാണ് ഉടമ്പടി നിബന്ധനകൾ പാലിച്ചിരുന്നതെന്ന് ഏറ്റുപറയുകയുണ്ടായി. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് വളരെ പെട്ടെന്നാണ് ആദ്യത്തെ ഉടമ്പടി പുതുക്കിയ ആ ദിവസങ്ങളിൽ തന്നെ മകൾ കൺസീവായി എന്ന് ഉള്ള സന്തോഷ വാർത്ത അവർക്ക് ലഭിച്ചു. എത്ര തന്നെ വലിയ ജീവിത പ്രശ്നങ്ങളായാലും, എത്ര തന്നെ ഡോക്ടേഴ്സും വൈദ്യശാസ്ത്രവും കൈവിട്ട കേസുകളായാലും, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തതായ യാതൊരു അത്ഭുതങ്ങളുമില്ല. ദൈവം തന്നെ നമ്മോട് വചനങ്ങളിലൂടെ പറയുന്നുണ്ട്, എൻ്റെ ചെവി മന്ദിപ്പെട്ടു പോയിട്ടില്ല, എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല,
നിനക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായി, നിന്നെ ഓർമ്മിക്കുവാനായി നിൻ്റെ പേര് എൻ്റെ ഉള്ളംകൈയിൽ എഴുതി വച്ചിരിക്കുന്നു എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവത്തിനെ ബീന തന്നെ ഒരു പ്രതിനിധിയായി വളരെ അതിരാവിലെ ശുദ്ധിയായി ഈശോയോടുള്ള ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഫലമായി 5:30 തന്നെ കൃത്യമായി ഒരുങ്ങി പ്രാർത്ഥിച്ച് കൃത്യമായി ഉടമ്പടി നിബന്ധനകളെല്ലാം പാലിച്ച് വളരെ വിശുദ്ധിയോടുകൂടി ജീവിച്ചുകൊണ്ടാണ് ഉടമ്പടി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇപ്പോഴും ഈ മകൾ പറയുന്നു, ഇനി ഞാൻ എന്നും ഉടമ്പടിയിലായിരിക്കും. തൻ്റെ എത്ര തന്നെ വലിയ അസ്വസ്ഥതകൾ ഉണ്ടായാൽ തന്നെയും ഉടമ്പടിയിൽ നിന്ന് ഇനി എനിക്ക് പിന്മാറാൻ സാധിക്കില്ല എന്ന ഒരു വലിയ സത്യം എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഈശോയുടെ സ്നേഹം അനുഭവിച്ച, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ നമ്മെ കൂടെ കൊണ്ടു നടക്കുന്നു എന്നുള്ളൊരു വലിയ ജീവിതാനുഭവം നമുക്ക് തൊട്ടറിയാൻ സാധിച്ചാൽ ആരും തന്നെ ഈ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് കൈവിട്ടു പോവുകയില്ല. എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾ ഏറ്റുവാങ്ങുവാനും അതനുസരിച്ച് ജീവിക്കുവാനും പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കും. പരിശുദ്ധ അമ്മ തന്നെ വളരെ കുഞ്ഞുനാളിൽ ഈശോയെ കൈപിടിച്ച് നടത്തിയതുപോലെ നമ്മ ഓരോരുത്തരെയും കൈപിടിച്ച് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. അതാണ് ഉടമ്പടി ജീവിതം. വലിയ ഉയർച്ചകളിലേക്ക് നമ്മെ ദൈവം എത്തിക്കുന്നതാണ് ആ വാഗ്ദാനം എന്ന് പറയുന്നത്. ഈശോ മിശിഹ ഒരുപാട് വാഗ്ദാനങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതിൻ്റെ എല്ലാം പൂർത്തീകരണത്തിന് വേണ്ടിയാണ് പരിശുദ്ധ അമ്മ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നു. പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ ജീവിത ദുരന്തങ്ങളിലും പരിശുദ്ധ അമ്മ നമുക്ക് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമ്മെ രക്ഷിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, പ്രത്യേകമായി കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതിമാരെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. കൃപാസന അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ ദൈവമാതാവിൻ്റെ മുൻപിൽ ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ വരുന്നത് വാഗമൺ സെൻറ്റ് ആൻ്റണീസ് ഇടവകയിൽ നിന്നാണ്. എൻ്റെ പേര് കുമാരി ജോസഫ്. കൃപാസന അൾത്താരയിൽ ഇത് 3ാമത്തെ സാക്ഷ്യം. എനിക്ക് പറയുന്നത് 2 പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് 3ാമത് വന്ന് പറയാൻ 3ാമത് അമ്മ എനിക്ക് അനുഗ്രഹം തന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. ആദ്യമായി ഞാൻ പറയുന്ന സാക്ഷ്യം, എൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയായിരുന്നു. ഞങ്ങളൊരു ദിവസം വിറകിന് പോയതായിരുന്നു. അന്ന് ഹർത്താലായിരുന്നു. വിറക് പിറക്കി വണ്ടിയിൽ കൊടുത്തു വിട്ടു. ഞങ്ങൾ നടന്നു വരികയായിരുന്നു. എൻ്റെ പേഴ്സ് എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾ അറിഞ്ഞില്ല. കുറേ ദൂരം പോയി കഴിഞ്ഞ് നോക്കിയപ്പോൾ പേഴ്സ് കയ്യിലില്ലായിരുന്നു. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് അമ്മയെ വിളിച്ച് കരഞ്ഞു, മാതാവേ എന്നെ വിട്ട് അകന്ന് പോകരുതേ, അങ്ങനെ പോയാൽ എന്നെ കൂടെ കൊണ്ടുപോകണം, എന്നെ അകന്ന് പോകരുതേ എന്ന് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഞാൻ പുറകിലോട്ട് ഓടുമായിരുന്നു. റോട്ടിൽ കൂടെ കുറേ ഓടിപ്പോകുമ്പോൾ ഒരു പശു, റോട്ടിൽ ആൾക്കാരൊന്നുമില്ല, ഹർത്താലായിരുന്നത് കൊണ്ട് ഒരു പശു പശുവിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന പേഴ്സ്, ഒരടി പശു മുന്നോട്ട് കാല് വെച്ചാൽ ആ പേഴ്സ് എടുത്ത് പശു വായിലിടും. ഞങ്ങൾക്ക് കാശ് രൂപം കിട്ടത്തുമില്ല. പേഴ്സ് എവിടെ നഷ്ടപ്പെട്ടുവെന്നും അറിയത്തില്ല. അമ്മ മാതാവിനെ അപേക്ഷിച്ചതിൻ്റെ ഫലമായി അമ്മ മാതാവ് ഒരു പോറൽ പോലും കേൾക്കാതെ എൻ്റെ പേഴ്സും കാശ് രൂപയും എനിക്ക് കിട്ടി. 2 പ്രാവശ്യം നഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം നഷ്ടപ്പെട്ടത്, അത് ഒരു കടയിൽ പച്ചക്കറി മേടിച്ചിട്ട് ഞാൻ പേഴ്സ് താഴെ വെച്ചിട്ട് സാധനമെല്ലാം എടുത്ത് പേഴ്സ് എടുത്തില്ല. പകുതി വഴിക്ക് വരുമ്പോൾ എന്നോട് ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നി, പേഴ്സ് കയ്യിലുണ്ടോ എന്ന് നോക്കൂ. അപ്പോൾ പേഴ്സ് കയ്യിലുണ്ടോ എന്ന് നോക്കാനോ, എൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് ഞാൻ മനസ്സിൽ ഞാനും പറയുക, പിന്നെയും പറയുക പേഴ്സ് കയ്യിലുണ്ടോ എന്ന് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ പേഴ്സില്ല. ഞാൻ പച്ചക്കറി സാധനമെല്ലാം അവിടെ വെച്ചിട്ട് ഒരു ചേട്ടൻ അവിടെ നിൽക്കുമായിരുന്നു. ആ ചേട്ടനോട് പറഞ്ഞ് എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു പോയി, ഈ സാധനം ഇവിടെ ഇരിക്കട്ടെ എന്ന്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് മീനോ വല്ലതും ഉണ്ടെങ്കിൽ അകത്തെടുത്ത് വെച്ചിട്ട് പോക്കോ, പൂച്ച എടുക്കും, എനിക്ക് എന്നാ നഷ്ടപ്പെട്ടാലും സാരമില്ല, എൻ്റെ അമ്മയെ എനിക്ക് നഷ്ടപ്പെടരുതെന്ന് പറഞ്ഞ് ഞാൻ സാധനം ആ വഴിയിലിട്ടിട്ട് ഓടുമായിരുന്നു. അവിടെ പോകുമ്പോൾ ആ കട നിറച്ചും ആളുണ്ട്. ഈ പേഴ്സ് പുറത്തൊരു പച്ചക്കറി കൊട്ടയിലിരിക്കുക, ആർക്ക് വേണേലും അത് എടുത്തിട്ട് പോകാനേ ഉള്ളായിരുന്നു. പക്ഷെ ആരും അവിടെ നിന്നവരത് കണ്ടില്ല. ഞാൻ പോയി എടുക്കുമ്പോഴാണ് അവർ ആ പേഴ്സ് കാണുന്നത്. ഇവിടെ ഇരിക്കുമായിരുന്നു എന്നാൾ ചോദിച്ചു. അങ്ങനെ 2 പ്രാവശ്യം മാതാവിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് ഞാൻ അമ്മയെ കരഞ്ഞ് വിളിച്ചപേക്ഷിച്ചപ്പോൾ അമ്മയെ എനിക്ക് തിരിച്ചു കിട്ടി. പിന്നെ പറയാനുള്ള സാക്ഷ്യം, ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കരമായ ഉറുമ്പ് ശല്യമായിരുന്നു. ചോറ് വയ്ക്കാൻ പറ്റുകയില്ല, കറി വെക്കാൻ പറ്റുകയില്ല. ചോറ് എടുക്കുമ്പോൾ നിറച്ച് ഉറുമ്പായിരിക്കും, കറിയിലാണേലും അതുപോലെ. പിന്നെ ഞാൻ
കിടക്കാൻ പറ്റുകയില്ല. കിടക്കുക എന്ന് പറഞ്ഞാൽ തല തൊട്ട് കണ്ണിലും മൂക്കിലും എല്ലാം കയറി കടിക്കുമായിരുന്നു. എന്തെല്ലാം മരുന്നിട്ടാലും ഉറുമ്പ് മാറത്തേ ഇല്ലായിരുന്നു. എങ്ങനെ തൂത്തുവാരി ഇട്ടിട്ട് ഉറുമ്പ് പൊടി തട്ടിയാലും പിന്നെയും ഭയങ്കരമായ ഉറുമ്പ് ശല്യമായിരുന്നു. ഞാൻ ഉടമ്പടി നമ്മുടെ ഇവിടുത്തെ കൃപാസന ആൾക്കാരും തന്നിവിടെ ഉടമ്പടി ഉപ്പ് പ്രാർത്ഥിച്ച് അവിടെ എല്ലാം ഞാൻ വിതറിയിട്ട് പറഞ്ഞു, മാതാവേ ഈ ഈ ഉറുമ്പ് ഇന്ന് ഇവിടെ നിന്ന് മാറിപ്പോകണം, ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ ഒന്ന് സാക്ഷ്യം പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തൊട്ട് ആ ഉറുമ്പ് പിന്നെ ഈ ഭവനത്തിൽ ഇന്ന് വരെ ഉറുമ്പ് വന്നിട്ടില്ല. പിന്നെ ഒരു പാമ്പിൻ്റെ ശല്യം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതും ഞാൻ അമ്മയുടെ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി പിന്നെ പാമ്പിൻ്റെ ഉപദ്രവം വന്നിട്ടില്ല. ഇങ്ങനെ പലവിധമായ അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് പല പ്രാവശ്യമായി ചെയ്തു തന്നിട്ടുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മ ദൈവം മാതാവിന് ഈശോയ്ക്കും 100 കോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് പത്രം വാങ്ങിച്ചു കൊണ്ടുപോയി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഇടങ്ങളിൽ ദൂര സ്ഥലത്തിലെല്ലാം ഞങ്ങളെ കൊണ്ട് കൊടുക്കുക. എവിടെ നിന്നില്ല, എവിടെ വേണേലും കൊണ്ട് കൊടുക്കും. ജയിലിൽ ഒരു പ്രാവശ്യം പോയായിരുന്നു. അപ്പോൾ അകത്ത് കയറേണ്ട, ഓഫീസുകളിൽ കൊടുത്താൽ മതി എന്നവർ പറഞ്ഞ് ഞങ്ങൾ കൊണ്ട് ഓഫീസിലെല്ലാം കൊണ്ട് കൊടുത്തു. എവിടെ ഞങ്ങൾ പോയാലും പോകുന്നിടത്തെല്ലാം അമ്മയുടെ ഉടമ്പടി പത്രം പ്രാർത്ഥിച്ച് കൊടുക്കുമായിരുന്നു. എല്ലായിടത്തും കൊണ്ട് കൊടുക്കും, ദൂരസ്ഥലത്തിലെല്ലാം പോയി കൊടുക്കും. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് എല്ലാ മാസവും ഞങ്ങൾ വൃത്തമന്ദിരത്തിൽ പോയി രോഗികളെ കാണുകയും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യും. പിന്നെ എല്ലാ മാസത്തിലൊന്ന് പോയി ക്യാൻസർ രോഗികളെ ആശുപത്രിയിൽ പോയി കാണും. അവർക്ക് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കും. വീടുകളിൽ പോയി രോഗികളെ കാണും. ആരെവിടെ രോഗികളുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയി കാണും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ മാതാവിൻ്റെ അനുകൃപയാൽ ഞങ്ങളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. മാതാവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും കൃപയ്ക്കും ഈശോയ്ക്കും മാതാവിന് 100 കോടി നന്ദി പറയുന്നു. ഇനി എൻ്റെ മകൾക്ക് കിട്ടിയ അനുഗ്രഹം മകൾ പറയും. എൻ്റെ പേര് പ്രീതി. ഞാൻ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി 4, 2026 എനിക്ക് 4 വർഷമായിട്ട് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. കുറേ മരുന്നുകൾ എടുത്തു, എന്നിട്ടും ഒട്ടും കുറവില്ലായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് അന്ന് മുതൽ ഞാൻ ഉടമ്പടി ഉപ്പും തേനും മിക്സ് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. എൻ്റെ എല്ലാ മരുന്നുകളും ഞാൻ സ്റ്റോപ്പ് ചെയ്തു. രാവിലെയും വൈകിട്ടും ഞാൻ ഈ ഉടമ്പടി ഉപ്പും തേനും കഴിച്ചു. അതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഒരിക്കലും എനിക്ക് ഗ്യാസ് കയറിയിട്ടില്ല. ഇപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസം എടുക്കുമ്പോൾ പോലും എനിക്കൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹം, എനിക്ക് പീരിയഡ്സ് ആകുമ്പോഴത്തേക്കും ഭയങ്കര വയറുവേദന ഉണ്ടാകുമായിരുന്നു. ഒരു ദിവസം തന്നെ 11 പ്രാവശ്യം ഞാൻ ഛർദ്ദിക്കുമായിരുന്നു. വെള്ളം കുടിച്ചാലും ഛർദ്ദിക്കും, എന്ത് ഫുഡ് കഴിച്ചാലും ഛർദ്ദിക്കും. കട്ടിലേന്ന് എഴുന്നേക്കാൻ പറ്റിയാലും അത്രയ്ക്കും പ്രശ്നമുണ്ടായിരുന്നു. ഞാൻ എന്നും ഉടമ്പടി എടുത്തതിന് ശേഷം തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ ഉടമ്പടി കാഴ്ചരൂപം വയറിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. അതിനുശേഷം 3 മാസമായിട്ട് എനിക്കിപ്പം വയറുവേദന അനുഭവപ്പെടാറില്ല. എനിക്ക് സാധാരണ ഒരു ദിവസം എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെയാണ് എനിക്ക് പീരിയഡ്സിൻ്റെ ദിവസവും ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറ്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ഹോസ്പിറ്റലുകളിലും അതുപോലെ എല്ലാ ബസ് സ്റ്റാൻഡിലുമൊക്കെ കൊണ്ട് കൊടുക്കും. ആശുപത്രികളിലും വീടുകളിലും രോഗികളെ ചെന്ന് കാണുകയും ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഞങ്ങൾ പൈസ കൊടുത്ത് അവരെ സഹായിക്കുകയും ചെയ്യും. റോഡിൽ ഇരിക്കുന്ന വയ്യാത്തവർക്കും പ്രായമായവർക്കും ഒക്കെ ആര് കൈ നീട്ടിയാലും ആരെയും വിഷമിപ്പിക്കാറില്ല. ഉള്ളതുപോലെ പൈസ കൊടുത്ത് അവരെ സഹായിക്കും. പിന്നെ ആത്മീയമായിട്ട് ഞാൻ പള്ളിയിൽ പോകാൻ ഭയങ്കരമായ മടിയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞായറാഴ്ചകളിൽ പോലും എനിക്ക് പള്ളിയിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഞാൻ ഒരു ദിവസം പോലും ഇന്ന് വരെ കുർബാന മുടക്കിയിട്ടില്ല. കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ആത്മീയമായിട്ട് വളർന്നത് കുർബാന കൂടാൻ മടിയായിരുന്നു. ഞായറാഴ്ച ദിവസം പണിയുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അന്നും പണിക്ക് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരു കുർബാന പോലും മെനക്കെടുത്തിട്ടില്ല. എല്ലാ ദിവസവും പോയി കുർബാന കൂടും. 2 ആഴ്ച കൂടുമ്പം കുമ്പസാരിക്കും. മറ്റുള്ളവരോട് പറയും ദേവാലയത്തിൽ പോകണം, കുർബാന കൂടണമെന്ന് പറയും. അതുപോലെ തന്നെ പിന്നെ എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാൽ ഞാൻ രാവിലെ പോയി കുർബാന കൂടിയിട്ടേ പോകാവുള്ളൂ. അങ്ങനെ ഒത്തിരി ബൈബിൾ വായിക്കും. നേരത്തെ ഒന്നും ബൈബിൾ വായിക്കത്തില്ലായിരുന്നു. അരമണിക്കൂർ കൂടുതലൊക്കെ ബൈബിൾ വായിക്കും. പിന്നെ ഉടമ്പടി തിരി കത്തിച്ചുള്ള പ്രാർത്ഥന ഇന്ന് വരെ എനിക്ക് ദൈവം മുടക്കാനുള്ള ഇത് തന്നിട്ടില്ല. എല്ലാ ദിവസവും പ്രാർത്ഥന ചൊല്ലാൻ ഞാൻ ആ കൊച്ചിനെ വെച്ചിട്ട് ആശുപത്രിയിലിരിക്കുമ്പോൾ അവിടെയും ഞാൻ തിരി കത്തിച്ച് മുട്ടയിൽ നിന്ന് പ്രാർത്ഥന ചൊല്ലുമായിരുന്നു.
ബസ്സിൽ ഒരു ദിവസം രാത്രിയായിരുന്നു ഞങ്ങൾക്ക് യാത്ര. അന്നേരം ഞങ്ങൾ ബസ്സിൽ വെച്ച് തിരികെത്തിച്ച് പ്രാർത്ഥിച്ച് ഇന്ന് വരെ ദൈവം അതിനൊരു മുടക്കം തരാതെ ഇന്ന് വരെ വഴി നടത്തുന്നുണ്ട്. ഇനിയും ദൈവം അതുപോലെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാക്ഷ്യം അവസാനിക്കും. പുറപ്പാട് 33:14 കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. കുമാരി ജോസഫ് എന്ന ഈ സഹോദരിയും മകളും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ സന്തോഷത്തോടും നന്ദിയോടും അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. രോഗങ്ങൾക്ക് ലഭിച്ച സൗഖ്യമുണ്ട്, ജീവിതത്തിൽ ലഭിച്ച ബോധ്യങ്ങളുണ്ട്, നഷ്ടപ്പെട്ട കാശുരൂപം തിരികെ കിട്ടിയ അവസരങ്ങളുണ്ട്. അമ്മയോട് ചോദിക്കുമ്പോഴൊക്കെയും അമ്മ മാതാവ് തൻ്റെ സാന്നിധ്യം അനുഗ്രഹങ്ങളായി നൽകിക്കൊണ്ട് ഈ കുടുംബത്തെ എങ്ങനെ കാത്തുപരിപാലിച്ചുവെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മ മാതാവിനെ എത്ര കണ്ട് ഓൺ ചെയ്യുന്നു എന്നതാണ്. ആദ്യം മുതൽ അവസാനം വരെയും ആ സഹോദരിയുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നത് അമ്മ മാതാവിനെ ജീവന് തുല്യം സ്നേഹിക്കുകയും സ്വന്തമാക്കുകയും കൂടെ ഉണ്ടാകുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതക്രമം ഉടമ്പടി എടുത്തതിന് ശേഷം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അത് ആ കാശുരൂപം നഷ്ടപ്പെടുന്ന 2 അവസരങ്ങളിലും എന്നെക്കൂടി മാതാവിൻ്റെ ഒപ്പം കൊണ്ടുപോയിക്കോ എന്ന് പറയുന്ന വാക്കുകൾ, അതോടൊപ്പം രാത്രി ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് തിരികെത്തിച്ച് പ്രാർത്ഥിക്കുമെന്ന നിർബന്ധം, അതോടൊപ്പം ഒരു ദിവസം പോലും ഉടമ്പടിയുടെ ചിട്ടവട്ടങ്ങളിൽ നിന്നും മാറാതെ എന്തൊക്കെ ക്ലേശങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ആ ഉടമ്പടിയുടെ ചിട്ടവട്ടങ്ങൾ അതുപോലെ തന്നെ പാലിക്കുകയും ജീവിക്കുകയും ചെയ്യുമെന്ന് സൂക്ഷിക്കുന്ന കാർക്കശ്യം, അതൊക്കെ അമ്മ മാതാവിനെ സ്വന്തമായി ഏറ്റെടുക്കുന്നതിൻ്റെ അടയാളമാണ്. നമുക്ക് എപ്പോഴും ഉടമ്പടി ജീവിതത്തിൽ പരിശോധിക്കപ്പെടേണ്ട മേഖല അതാണ്. ഒരു കാര്യം കാണുവാൻ വേണ്ടി ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരാണോ, അതോ അമ്മയെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുവാൻ വേണ്ടി ഉടമ്പടിയിൽ നമ്മൾ നിലനിൽക്കുന്നവരാണോ? കാര്യം കാണാൻ വേണ്ടി ഉടമ്പടി എടുത്തിട്ടുള്ളവരാണെങ്കിൽ അത് നമുക്ക് എല്ലാ കാര്യവും അല്ലെങ്കിൽ നിയോഗവുമായി ബന്ധപ്പെട്ടായിരിക്കും നിൽക്കുന്നത്. നാം ഒരു ധ്യാനം കൂടുന്നതാണെങ്കിലും ഡെയിലി ബ്രെഡ് കൂടുന്നതാണെങ്കിലും പ്രാർത്ഥന ചൊല്ലുന്നതാണെങ്കിലും അതിനെല്ലാം കാരണം എൻ്റെ ഈ നിയോഗം സാധിക്കണം ഒറ്റ നിർബന്ധമായിരിക്കും. മാതാവിനെക്കുറിച്ചുള്ള സ്നേഹമോ മാതാവ് കൈമാറുന്ന ജീവിത സന്ദേശം ജീവിക്കുവാനുള്ള തീഷ്ണതയോ നമുക്കുണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് യാന്ത്രികമായി കാര്യം നേടുന്നത് വരെയുള്ളൊരു ബന്ധമായിരിക്കും. കാര്യം നേടിക്കഴിഞ്ഞാൽ ആ ബന്ധത്തിന് ഇടിവും ഉടമ്പടി ജീവിതത്തിൽ നിന്ന് പുറകോട്ട് പോക്കും നമ്മൾ കാണുകയും ചെയ്യും. മറിച്ച് അമ്മ മാതാവിനെ സ്വന്തമാക്കുവാനും അമ്മ കൈമാറുന്ന ആത്മീയതയിൽ ജീവിതം ഉറപ്പിക്കുവാനും തീരുമാനിക്കുന്നവരാണെങ്കിലും ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശകാലത്തിലും എനിക്ക് അനുഗ്രഹം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിക്കൊണ്ടല്ല, മറിച്ച് എൻ്റെ അമ്മ എൻ്റെ ജീവിതത്തിനൊപ്പം ഓരോ നിമിഷവും ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നവരായി മുന്നോട്ട് പോകും. ആ ഒരു സെൻസിറ്റിവിറ്റി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രൂപപ്പെട്ടു വരുമ്പോഴാണ് ഉടമ്പടിക്ക് മജ്ജയും മാംസവും വെച്ചുവെന്ന് നമുക്ക് പറയുവാനാവുക. ദൈവാത്മാവിൻ്റെ പ്രചോദനമുള്ള ജീവിതമാവുക, അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ജീവിതമാവുക. അമ്മയോടൊപ്പം ഓരോ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ ഓരോ നിമിഷവും ഞാൻ സഞ്ചരിക്കുന്നു, എന്നോടൊപ്പം അമ്മയുണ്ട്, അമ്മയോടൊപ്പം ഞാനുണ്ട് എന്ന ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തെ നയിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് തന്നെ ക്രമീകരിച്ചു തരുന്നത് അനുഭവിക്കുവാനാകും. മകൾ സൂചിപ്പിക്കുന്നുണ്ട്, വാർത്തവ ദിവസം 11 തവണ പോലും ഞാൻ ഛർദ്ദിച്ച് ഒന്ന് എഴുന്നേൽക്കുവാനാവാതെ കിടക്കുന്നതായിരുന്നു നാളിതുവരെയുള്ള എൻ്റെ ജീവിതം. ഉടമ്പടി എടുത്ത് അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും ഉള്ളിൽ സേവിക്കുകയും ഉടമ്പടി തൈലം ഉദരത്തിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുകയും എൻ്റെ ജീവിതത്തെ തന്നെ ദുസ്സഹമാക്കുന്ന ഈ വലിയ വേദനയും ക്ലേശവും അമ്മ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൂടെ നിന്ന് സാധാരണ ദിവസം പോലെ ഏറ്റവും പ്രയാസമുള്ള ആ ദിവസത്തെ പോലും അമ്മ മാറ്റിക്കൊടുത്ത് മകളുടെ ജീവിതത്തെ സന്തോഷം പകരുന്നതാണ് വാക്കുകളിലൂടെ അടയാളപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ജീവിതം പല വിധത്തിൽ നമുക്ക് കഷ്ടതകളുള്ളതാണ്. ഓരോ വ്യക്തിക്കും കഷ്ടതകൾ വ്യത്യസ്തവുമാണ്. എന്തു തന്നെയാവട്ടെ, ഉടമ്പടിയിൽ നിങ്ങൾ അമ്മയെ ഓൺ ചെയ്യുകയും അമ്മയോടൊപ്പം ജീവിക്കുവാൻ തയ്യാറാവുകയും ചെയ്താൽ ഏത് കഷ്ടനഷ്ടങ്ങളിലും കൂടെ നിന്ന് പരിഹാരം നൽകുന്ന, പ്രത്യാശ പകരുന്ന, ജീവിതത്തെ ശാന്തതയുള്ളതാക്കുന്ന ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനാവും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം
ഒന്നിനു പിറകെ ഒന്നായി ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. അമ്മയിലൂടെ ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.